കൂടുമ്പോൾ ഇമ്പമുണ്ടാവേണ്ടതാണ് കുടുംബം. ഇന്ന് പക്ഷേ സോഷ്യൽ മീഡിയ കാലത്ത് കൂടുമ്പോൾ ഭൂകമ്പം ഉണ്ടാകുന്നു. ഇത് മതം അനുവദിക്കുന്നേയില്ല, സമ്മതിക്കുന്നേയില്ല. അതുകൊണ്ടാണ് പല മതങ്ങളും പുണ്യമെന്നും മഹത്വമേറിയതെന്നും പറയുന്ന ബ്രഹ്മചര്യം, പൗരോഹിത്യം, കന്യകത്വം, കുറെ സ്ത്രീകൾ കന്യകകളെന്നും പറഞ്ഞിട്ട് കല്യാണം കഴിക്കാതെ നടക്കുന്ന ആ രീതി, സതി പോലെയുള്ള കാര്യങ്ങളെ പരിശുദ്ധ ഇസ്ലാം ശക്തമായി വിരോധിക്കുന്നത്. കല്യാണം കഴിക്കാൻ സംവിധാനമുണ്ടായിട്ട് അത് നിർവഹിക്കാത്തവൻ പെട്ടെന്നത് ചെയ്യട്ടെ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അവിടെ പൗരോഹിത്യം നടത്തിയിട്ട് പെണ്ണ് കെട്ടാതെ ജീവിച്ചാലേ മോക്ഷം ലഭ്യമാകൂ എന്ന് ഇസ്ലാമിൻ്റെ അഭിപ്രായമില്ലേ? എല്ലാം ത്യജിച്ച് കുടുംബബന്ധം നിഷേധിച്ച് ഏതെങ്കിലുമൊക്കെ തിണ്ണയിലും ഏതെങ്കിലുമൊക്കെ ആരാധനാലയങ്ങളുടെ പരിസരത്തും തിരിഞ്ഞു കളിച്ച് ജീവിതം തുലയ്ക്കാൻ ഇസ്ലാം സമ്മതിക്കുന്നില്ല. പല മതങ്ങളും പുണ്യമായി പറയുന്നതാണ് ഞാൻ ഈ എണ്ണി പറഞ്ഞ സംഗതികളൊക്കെ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വിരോധിച്ചു. 2-3 ആളുകൾ ഹബീബായ നബി തങ്ങളുടെ ഭാര്യമാരെ സമീപിച്ചുകൊണ്ട് നബി തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അവർ പറഞ്ഞു കൊടുത്തു, റസൂൽ തങ്ങൾ ആരാധന അർപ്പിക്കാറുണ്ട്, അതോടൊപ്പം കടന്നുറങ്ങാറുണ്ട്. റസൂൽ നോമ്പെടുക്കാറുണ്ട്, പല ദിവസങ്ങളും നോമ്പെടുക്കാതിരിക്കലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാരുമായി സംസർഗത്തിൽ ഏർപ്പെടാറുണ്ട്. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പുറത്തു വന്നിട്ട് അവരിങ്ങനെ അത് അനലൈസ് ചെയ്യാൻ. നബിതങ്ങൾക്കതാകാം, കാരണം അവിടുന്ന് ഏറ്റവും ശ്രേഷ്ഠരാണ്, സ്വർഗത്തിലേക്ക് പോകുമെന്ന് ഉറപ്പുള്ള ആളാണ്. നമ്മുടെ കാര്യങ്ങൾ അങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് ഓരോരുത്തർ അവർക്ക് ഇഷ്ടമുള്ള പ്രതിജ്ഞകൾ എടുക്കുന്നു. ഒരാൾ പറഞ്ഞു, ഇനി നേരം വെളുക്കുവോളം നിസ്കാരം, ഒരു ദിവസവും ഞാൻ ഉറങ്ങില്ല. മറ്റൊരാൾ പറഞ്ഞു, ഇനി എല്ലാ ദിവസവും നോമ്പ് തന്നെ നോമ്പ്, നിർബന്ധമായും നോമ്പ് മുറിക്കേണ്ട പെരുന്നാൾ ദിവസങ്ങളിലല്ലാതെ ഞാൻ നോമ്പ് മുറിക്കില്ല. മറ്റൊരാൾ പറഞ്ഞു, കല്യാണം കഴിച്ചാൽ അതെന്തായാലും വലിയ ആരാധനകൾക്ക് തടസ്സമാണ്, അതുകൊണ്ട് ഞാൻ ഇനി കല്യാണം കഴിക്കില്ല. ലോകൈക ഗുരു അത് മനസ്സിലാക്കുന്നു. അവിടുന്ന് ഒരു ദിവസം എല്ലാവരുമുള്ള സദസ്സിൽ ഒരു പ്രഭാഷണം നടത്തുന്നു. ആരൊക്കെയോ കല്യാണം കഴിക്കില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ട്, അത് നമ്മുടെ സംസ്കാരമല്ല. ആരൊക്കെയോ നേരം വെളുക്കുവോളം നിസ്കരിക്കുമെന്ന് പറയുന്നുണ്ട്, അതും നമ്മുടെ സംസ്കാരമല്ല. എല്ലാ ദിവസവും നോമ്പ് എന്ന് തീരുമാനിച്ച ചിലരുണ്ട്, അതും നമ്മുടെ സംസ്കാരമല്ല. അവിടുന്ന് പറഞ്ഞു കൊടുത്തു, ഞാനാണ് അക്രമക്കും അത്കാക്കും, നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളയാൾ ഞാനാണ് നിങ്ങളിൽ ഏറ്റവും ഭക്തൻ. ഞാൻ നിസ്കരിക്കാറുണ്ട്, ഉറങ്ങാറുണ്ട്, ഞാൻ നോമ്പെടുക്കാറുണ്ട്, നോമ്പെടുക്കാത്ത ദിവസങ്ങളുണ്ട്, ഞാൻ എൻ്റെ ഭാര്യയുമായി സംസർഗത്തിൽ ഏർപ്പെടാറുണ്ട്, കുടുംബബന്ധം ചേർക്കാറുണ്ട്. ഇതിനൊക്കെ വിരുദ്ധമായ രീതിയിൽ പൗരോഹിത്യവും ബ്രഹ്മചര്യവും കന്യകത്വവും ഇതുപോലെയുള്ള പരിപാടികളൊന്നും പാടില്ലെന്ന് അവിടുന്ന് വിശദീകരിക്കുന്നു.